ബോട്ടിലിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ചെയിൻ. അപ്പോൾ എന്നോട് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ബോട്ടിൽ ഡോൾസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഡോളിൻ്റെ കാലെവിടെ, ഡോളിനെന്താ കാല് വയ്ക്കാത്തത്, കാലുള്ള ഡോളൊക്കെ ഉണ്ടാക്കി എന്താണ്, കൈ വയ്ക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ കാല് വയ്ക്കാത്തത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അതിന് ഉത്തരം പറയാറ്, ഇത് ബോട്ടിൽ ഡോളാണ്, ബോട്ടിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ പലരും പറയും കാലിൻ്റെ ഡോൾ ഉണ്ടാക്കണമെങ്കിൽ ബോട്ടിലില്ലാതെയാ ചെയ്യാറ്. അങ്ങനെ ബോട്ടിലില്ലാതെ ഡോൾ ചെയ്യുമ്പോൾ ചോദിക്കും, ഇത് ഭയങ്കര പാടല്ലേ, ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കണ വഴിക്ക് ഞാനിങ്ങനെ ബോട്ടിലൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞു ബോട്ടിലൊക്കെ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച് നോക്കി, ഈ ബോട്ടിൽ കൊണ്ട് ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, ബോട്ടിൽ ഡോളിന് എന്താ കാല് വെക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോട്ടിൽ ഡോളിന് കാല് വെച്ചിട്ടുണ്ടാക്കാമെന്ന്. അതൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അതെങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഈ ഒരു ഡോളിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുക. ഇത് ഹോമിയോ മെഡിസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലെ തിന്നായിട്ടുള്ള ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ ബോട്ടിലാണ് കുറച്ചും കൂടെ ഈ ഒരു ഡോൾ പ്രൊജക്റ്റിന് നന്നാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡോൾ മേക്കിംഗ് എന്ന് പറയുന്നത് ചെറിയ ഡോൾസ് ഉണ്ടാക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ ഡോൾസ് ഈ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെ ബോട്ടിൽ യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്റ്റേബിലിറ്റിയുടെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളിനി ഇതുപോലെ അലുമിനിയം ഫോയിൽ താഴെയായിട്ട് ഈ ബോട്ടിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ പേപ്പർ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഒട്ടും ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ ഡോൾസൊക്കെ ചെയ്യാനായിട്ട് ലോങ് വീഡിയോ ചെയ്യാൻ ഒട്ടും ടൈം കിട്ടാറില്ല. പിന്നെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈം വളരെ കുറച്ചാണ് കിട്ടുന്നത്. എന്നാലും ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറൊക്കെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ടൈമൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ പേപ്പർ തന്നെ ഈ ഷേപ്പിൽ എടുത്തിട്ട് ചെയ്യാം. ഇനി നമുക്ക് കൈകളുടെ എവിടെയും ഇതുപോലെ തന്നെ അലുമിനിയം ഫോയിൽ വെക്കാം. ഇതിന് ഞാൻ കമ്പിയൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കമ്പി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പരാതി പറയാറുണ്ട്, കമ്പി ഇല്ലാതെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേബിലിറ്റി എല്ലാം കണക്കിലെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു സൈസിലെ ഡോളേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബോട്ടിലിന് ഇതിനിപ്പം വെയിറ്റ് ഇല്ലാത്ത ബോട്ടിലായതുകൊണ്ടാണ് ഇത് കുറച്ചെങ്കിലും സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. വലിയ ഡോളൊന്നും ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളിപ്പോൾ ഞാൻ ആ അലുമിനിയം ഫോയിൽ ഇട്ട കുറച്ച് ഭാഗത്ത് കുറച്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് പേപ്പർ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറത്തേക്ക് ഞാൻ പേപ്പർ ക്ലേ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ പേസ്റ്റ് യൂസ് ചെയ്യാം. ക്ലേ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ക്ലേ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഓൾറെഡി നമ്മൾ ക്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങി കഴിയുമ്പോൾ നല്ലൊരു ബലം കിട്ടും കാലിൻ്റെ അവിടേക്കൊക്കെ. കാരണം കമ്പിയൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബേസ് ബോഡിയിലേക്ക് ക്ലേ അപ്ലൈ ചെയ്തിട്ട് സ്കൾപ്റ്റ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു പേപ്പർ ക്ലേ ഞാൻ തന്നെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്, ഹോം മെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടോളൂ. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നു എന്നുള്ള പ്രതീക്ഷയോടെയാണ് കേട്ടോ ഇത് പറയുന്നത്. കാരണം എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പേപ്പർ ക്ലേ ഒക്കെ എവിടെ കിട്ടും, എത്ര രൂപ വരുമെന്ന്. പേപ്പർ ക്ലേ ഈസ് ദ മോസ്റ്റ് ഇൻഎക്സ്പെൻസീവ് ക്ലേ ഓഫ് ഓൾ ടൈം. കോൾ പോസ്ലിൻ്റെ അത്ര പോലും ചിലവില്ലാത്ത ഒരു ക്ലേ ആണ് പേപ്പർ ക്ലേ. കാരണം ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് പേപ്പർ ആണ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത്. ബാക്കി സാധനങ്ങളെല്ലാം കൺസിഡർ ചെയ്താലും നല്ല ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പേപ്പർ ക്ലേ ആണ്. അപ്പോൾ അതിൻ്റെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് ഈ ഇടെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്ലേ ഒക്കെ എവിടുന്നാണ് വാങ്ങുന്നത്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലേ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ റെസിപ്പീസ് എല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി ഏകദേശം കഴിഞ്ഞു. ഞാൻ ഈ ഒരു കൈയിൻ്റെ ഭാഗം ഒന്ന് പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കുറച്ച് മൂവബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴുത്തൊന്നും അനങ്ങാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ബോട്ടിൽ കണ്ടില്ലായിരുന്നോ, അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും എന്നോട് മൂവബിൾ ആയിട്ടുള്ള ഡോൾ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യാനായിട്ട് ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഓൾറെഡി പ്രിവെയിലിംഗ് ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുതിയ മെത്തേഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലുത് നമുക്ക് സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പുതിയ ഐഡിയാസ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ തോന്നുള്ളൂ. നമ്മൾ പുതിയതായിട്ടാണ് പലതും വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ കൂടെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഡോൾ മേക്കിംഗ് ആണ് വേണ്ടത്. പക്ഷേ ഈസി ആയിട്ടുള്ളത് കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി കുറച്ച് ടഫായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ആ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, ചിലർക്ക് പറയും ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഓരോരുത്തരുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു ക്രിയേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ആസ് എ ക്രിയേറ്റർ ഞാനിപ്പോൾ ഒരു ഡോള് ഏകദേശം ഒരാഴ്ചയോളം ഇല്ലെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും പിടിച്ചിട്ടാണ് ഒരു ഡോള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫർട്ടുണ്ട്, അതും ടൈമും കൂടെ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഫേസ് ഏകദേശം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഫേസ് സ്കൾപ്റ്റിംഗ് ഒക്കെ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണണമെങ്കിൽ ഫേസ് സ്കൾപ്റ്റിങ്ങും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് നന്നായിട്ട് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ബോഡിയുടെ ചില പാർട്സൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പല ഡോൾസിന് മുമ്പുള്ളത് നോക്കിയാൽ മതി. ഒരു 20 മിനിറ്റിന് മുകളിൽ ലെങ്ത്തുള്ള വീഡിയോയിലെല്ലാം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈകളാണ്. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ താഴത്തെ ഭാഗം, കൈയിൻ്റെ 2 ഭാഗമായിട്ട് കട്ട് ചെയ്തില്ലേ, എന്നിട്ട് അതിൻ്റെ അവിടെ നമ്മൾ കൈപ്പത്തി ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പേപ്പർ ക്ലേയിൽ കൈപ്പത്തി സ്കൾപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാല് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ കൈപ്പത്തി ആ ഫിംഗേഴ്സ് വയ്ക്കുമ്പോൾ നമുക്ക് കോൾപോസിലിൻ്റെ ഒന്നും പോലെ സോഫ്റ്റായിട്ട് കിട്ടില്ല. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കൈ സ്കൾപ്റ്റ് ചെയ്യാൻ. കാലിൽ ഞാനൊരു ഷൂ ഇട്ട് കൊടുത്തിരിക്കുന്നത് പോലെ ക്ലേ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഊരാനൊന്നും പറ്റില്ല, അതിൽ തന്നെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ക്ലേ വെച്ചിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കോട്ട് കംപ്ലീറ്റ് ആയിട്ടും വാൾപുട്ടിയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഹൈലി ഓപ്ഷണലാണ്, ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സർഫസ് സ്മൂത്താക്കാൻ വേണ്ടി സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വാൾപുട്ടി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിരിക്കുന്നതാണ് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കമ്പി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ബോഡി ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സ്കിൻ ടോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് സ്കിൻ ടോണ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ കളർ മിക്സ് ചെയ്യാമെന്ന്. ഇനി നമുക്ക് ഫേസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാട്ടർ കളർ പെൻസിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അക്രിലിക് പെയിൻറ്റിനെക്കാട്ടിലും നല്ല രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കഴിയും വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ട് ഒരു പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ആരും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് വാട്ടർ കളർ പെൻസിൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആയിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഫേസ് എൻഹാൻസ് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പല വീഡിയോസിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രസ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രസ്സിന് ഔട്ട്ലൈനൊക്കെ വരച്ചെടുത്താണ്. ഡോളിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കുർത്തി സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഡോൾ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു കുർത്തി ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തി പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബോട്ടം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പലാസോ പാൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആ ഒരു ഡോൾ ബോഡി വെച്ചിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനൊരു സ്ലീവ്സും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3/4 സ്ലീവ് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ആ വരച്ച് വെച്ച ആ ഒരു പിക്ചറിൻ്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി.
ആൻഡ് ഇനി നമുക്കിത് ക്ലോത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഇതൊരു പഴയ കർട്ടൻ്റെ ക്ലോത്താണ്, അതിലേക്കാണ് വരച്ചു കൊടുക്കുന്നത്. നല്ലൊരു ഷൈനിങ് ഉള്ളൊരു ക്ലോത്തായിരുന്നു, അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി അത് രണ്ടെണ്ണം അതുപോലത്തെ വേണം, ഫ്രണ്ടിലും ബാക്കിലും. എന്നിട്ട് അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നെക്ക് പോർഷനൊക്കെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതുകൊണ്ട് സ്ലിറ്റ് വരുന്ന ആ ഒരു രീതിയിൽ അവിടെയും ഇതുപോലെ മടക്കി കൊടുക്കുക. പിന്നെ എനിക്ക് നന്നായിട്ട് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല, ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുമില്ല, എൻ്റെ കയ്യിൽ മെഷീനും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ ഡോൾ ഡ്രസ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാധാരണ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ പലപ്പോഴും പറയാനുള്ള പോലെ അത് കണ്ടിട്ട് അതേപടി ഇനാക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത്രയും ഡീറ്റെയിലൊന്നും നമുക്ക് ചെറിയ ഒരു ഡോളിന് കൊടുക്കാൻ പറ്റില്ല. ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് എൻ്റെ രീതിക്ക്. ഇനി ഇത് പാൻസിനുള്ളതാണ്, അതിനൊരു യെല്ലോ ക്ലോത്ത് എടുത്തിരിക്കുന്നത്, അത് ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, എനിക്കിതെങ്ങനെ ഭയങ്കര സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ അവിടെ ഞാനിവിടെ ഒട്ടിക്കുന്ന കാണിച്ചിട്ടുള്ളത്, പിന്നീട് ഞാനത് അവിടെ ആ ഒരു വരച്ചു കൊടുത്തിരിക്കുന്ന ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ രണ്ടും സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ഒക്കെ പോലത്തത് ഞാൻ ഇതിനു മുമ്പ് ഡോൾസിലെ ബ്ലൗസും അതുപോലെ തന്നെ ഒരു ഫുൾ ലെങ്ത് അനാർക്കലി ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഡോളിനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, സ്ലീവ്സൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇവിടെ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. ഇനി ഞാനിവിടെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡോളിന് നല്ല രീതിയിൽ ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കുർത്തി ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലേസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ചെയ്താലും ഒരുപാട് അപാകത ഉണ്ടിട്ടോ ഞാൻ ചെയ്തതിൽ. ഇതൊന്നും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ എവിടെയും പറയില്ല, ഒരുപാട് കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഈ ഡോൾ ഉണ്ടാക്കിയപ്പോഴും ഇതിന് ബലമൊക്കെ കുറച്ച് കുറവാണ്. ഇനി നമുക്ക് ഈ ഒരു ഡോളിനെ ഹെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വുളൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ തുന്നുന്ന നൂലില്ല, അതായാലും മതി കേട്ടോ, അത് നല്ലതാണ് ഹെയർ വയ്ക്കാൻ. അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഏത് നൂല് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഹെയർ വയ്ക്കുന്നതൊക്കെ നമ്മൾ പല ഡോളിലും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റ് ഡോൾസും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെയും ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും കൂടുതൽ കാണിക്കാത്തത്. അങ്ങനെ നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓർണമെൻറ്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡോൾ ഓർണമെൻറ്റ് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോള്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഡോളുകൾക്കും നെയിം ചെയ്യുന്ന പോലെ ഞാൻ ഈ ഒരു ഡോളിനും നെയിം ചെയ്തിട്ടുണ്ട്. ഈ ഡോളിൻ്റെ പേരാണ് ഭാവന. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി പൊടിച്ചേക്ക്, അതിൽ ഓളും കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.